മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ മരുഭൂപ്രയാണങ്ങളിൽ മരണത്തിൻ താഴ്വരയിൽ അവനൊരുവൻ എനിക്കിടയൻ അവനൊരുവൻ എനിക്കിടയൻ തിരിയാത്ത നല്ലിടയൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 13-ാം വാക്യം. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. മാംസമുക്കുകളായ ദുഷ്ടമൃഗത്തെ പോലെ ദാവീദിന് ശത്രുക്കൾ അവന് നേരെ വായ് തുറക്കുന്നു. ഇരയെ കീറിക്കളയുന്ന ഗർജിക്കുന്ന സിംഹങ്ങൾ എന്നാണ് തൻ്റെ ശത്രുക്കളെക്കുറിച്ച് ദാവീദ് പറയുന്നത്. അവർ ശോഭിക്കുകയും അലറുകയും ചെയ്യുന്ന സിംഹത്തെ പോലെ എൻ്റെ നേരെ വായ് തുറക്കുന്നു. ഈ വാക്യം ദാവീദിൻ്റെ പോരാട്ടത്തിൻ്റെ പ്രതീകാത്മക ചിത്രമാണ്. അവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതായ ആളുകൾ. ഇതേ അനുഭവങ്ങളിലൂടെ യേശു കർത്താവ് തൻ്റെ ക്രൂശുമരണത്തിന് മുൻപായി കടന്നു പോകുന്നുണ്ട്. പ്രതീകാത്മകമായ പ്രവചന പൂർത്തീകരണമായി ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രയാസപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. ശത്രു നമുക്കെതിരെ അലറുന്ന സിംഹം എന്ന പോലെ നിലകൊള്ളാം. എന്നാൽ അവിടെ പതറിപ്പോകാതെ വിശ്വാസത്താൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. പിശാച് ആരെ വിഴുങ്ങേണ്ടതെന്നറിയാതെ ചുറ്റും സഞ്ചരിക്കുമ്പോൾ അവൻ്റെ വലയിൽ വീഴാതെ ശ്രദ്ധയോടെ നമുക്ക് ഈ നാളുകളിൽ ജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ശത്രുവിന് മുൻപിൽ പതരാതെ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.